പറയുന്നത്. ഓക്കെ, എന്തായാലും ചോദ്യം അവിടെ വരാൻ ചാൻസ് ഉണ്ട്. എന്താണ് ഈ ഒരു ഭൂവർ യുദ്ധം തുടങ്ങാനുണ്ടായ സാഹചര്യം എന്ന് നമുക്കറിയാം. ഒന്നുമില്ല മക്കളെ, നമ്മുടെ ഈ ഒരു ഭൂവർമാരുടെ അണ്ടറിലുണ്ടായ ഭൂവർമാർ റിപ്പബ്ലിക് ആക്കി കുറച്ച് പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ, അധീന പ്രദേശങ്ങൾ. ഏതൊക്കെയാ? ട്രാൻസ്വാൾ, ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ്, നേറ്റ, ഇതൊക്കെ അല്ലെ. അപ്പൊ നോക്കിക്കോ, 19ാം നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോഴേക്കും ഭൂവർ റിപ്പബ്ലിക്കിന്റെ അധീന പ്രദേശങ്ങളിൽ സ്വർണ്ണത്തിന്റെയും വജ്രത്തിന്റെയും എന്താണ് ഖനികൾ കണ്ടുപിടിക്കപ്പെട്ടു. ഓക്കെ, എന്താണ് എൻഡ് ഓഫ് ദ 19th സെഞ്ചുറിയിലെ 19ാം നൂറ്റാണ്ടിന്റെ എൻഡ് ആയപ്പോഴേക്കും എന്താണ് മൈൻസ് ഓഫ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് വർ ഡിസ്കവേർഡ് ഇൻ ദ റീജിയൻസ് അണ്ടർ ദ ഭൂവർ റിപ്പബ്ലിക്. ഓക്കെ, അപ്പൊ ഇവിടങ്ങളിലേക്ക് എന്താണ് വജ്രത്തിന്റെയും സ്വർണ്ണത്തിന്റെയും ഖനികൾ കണ്ടുപിടിക്കപ്പെട്ടു അല്ലെ. അപ്പൊ എന്ത് ചെയ്തു? ഇതോടെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വർണ്ണ വജ്ര ഉത്പാദകരായിട്ട് ആര് മാറിയിടാം? നമ്മുടെ സൗത്ത് ആഫ്രിക്ക, ദക്ഷിണാഫ്രിക്ക മാറിയിട്ടുണ്ടായി. ഓക്കെ, അങ്ങനെ ഈ ഭൂവർ റിപ്പബ്ലിക്കുകൾ എന്താണ്, അത് ഭൂവർ റിപ്പബ്ലിക്കുകൾ എന്താണ് ബ്രിട്ടീഷ് കോളനി പ്രദേശങ്ങളോടൊപ്പം ചേർക്കാൻ വേണ്ടി ആര് ശ്രമിച്ചുടാം? നമ്മുടെ ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. ഓക്കെ, അങ്ങനെയാണ് എന്ത് ഭൂവർ യുദ്ധം തുടങ്ങിയത്. കാരണം എന്താണ്, ബ്രിട്ടീഷുകാരുടെ ആ ഒരു ബ്രിട്ടീഷ് പ്രദേശങ്ങളിലെ അതിന്റെ കൂടെ തന്നെ എന്താണ് ഈ ഭൂവർ റിപ്പബ്ലിക്കുകൾ എന്താണ് കൂട്ടിച്ചേർക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ചു. അതോടുകൂടിയാണ് ഭൂവർ വാർ അല്ലെങ്കിൽ ഭൂവർ യുദ്ധങ്ങൾ തുടങ്ങാൻ ഉണ്ടായ കാരണം. ഓക്കെ, ആദ്യം നമുക്ക് എന്തായിരുന്നു ഫസ്റ്റ് ഭൂവർ യുദ്ധം എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ഭൂവർ വാർ തുടങ്ങിയത് 1880 കാലഘട്ടത്തിലാണ് ആദ്യത്തെ ഒന്നാം ഭൂവർ യുദ്ധം സ്റ്റാർട്ട് ചെയ്തത്. നോക്കിക്കോ, കൂടുതൽ പ്രദേശങ്ങളിലേക്ക് എന്താണ് ബ്രിട്ടീഷ് ഭരണം എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ വ്യാപിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി എന്താണ് ബ്രിട്ടൻ എന്താണ് ഭൂവർമാരുടെ എന്താണ് ഭൂവർമാരുടെ അണ്ടറിൽ, അതായത് ഭൂവർ റിപ്പബ്ലിക്കിലെ ഒന്നായിട്ടുള്ള ട്രാൻസ്വാൾ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ഓക്കെ, ഇതായിരുന്നു ഒന്നാം ഭൂവർ യുദ്ധത്തിനുള്ള കാരണം എന്ന് പറയുന്നത് അല്ലേ. അതായത് ബ്രിട്ടീഷ് ഭരണം എന്താ എല്ലാ പ്രദേശങ്ങളിലേക്ക് എന്താണ് വ്യാപിക്കുക എന്ന ലക്ഷ്യത്തോടെ എന്താണ് ട്രാൻസ്വാൾ ബ്രിട്ടീഷുകാർ എന്താണ് പിടിച്ചെടുത്തു. അങ്ങനെ 1881 ഫസ്റ്റ് ഭൂവർ വാർ തുടങ്ങിയത്. അങ്ങനെ ഈ യുദ്ധത്തിൽ എന്താണ് ഭൂവറുകൾ വിജയിച്ചു. ഈ യുദ്ധത്തിൽ ഭൂവറുകൾ വിജയിക്കുകയും ട്രാൻസ്വാൾ എന്താണ് ബ്രിട്ടീഷുകാരെ കയ്യിൽ നിന്നാണ് വീണ്ടും അവർക്ക് തന്നെ തിരിച്ചു കിട്ടുകയും എന്താണ് അവിടെ ദക്ഷിണാഫ്രിക്കൻ റിപ്പബ്ലിക് രൂപീകരിക്കുകയും ചെയ്തു. ഓക്കെ, ഒന്നുമില്ല, നിങ്ങൾ പഠിക്കുന്നത് ഫസ്റ്റ് ഭൂവർ വാർ സ്റ്റാർട്ട് 1881 ആ ഒരു സമയത്താണ് ഭൂവർ വാർ സ്റ്റാർട്ട് ചെയ്തത്. ബാറ്റിൽ ആൻഡ് ഫോംഡ് ദ റിപ്പബ്ലിക് ഓഫ് സൗത്ത് ആഫ്രിക്ക. അവിടെ എന്താണ് സൗത്ത് ആഫ്രിക്കൻ റിപ്പബ്ലിക് ഒക്കെ എന്താണ് ഭൂവർമാരെ രൂപീകരിച്ചു. ട്രാൻസ്വാൾ എന്താണ് ബ്രിട്ടീഷുകാരെ കയ്യിൽ നിന്ന് ആര് പിടിച്ചെടുത്തു? യെസ്, ഭൂവർമാർ പിടിച്ചെടുക്കുകയും അവിടെ എന്താണ് സൗത്ത് ആഫ്രിക്കൻ റിപ്പബ്ലിക് രൂപീകരിക്കുകയും ചെയ്തു. ഓക്കെ, ആ ഒരു യുദ്ധത്തിൽ എന്താണ് ഭൂവർമാരാണ് വിജയിച്ചത്. ഓക്കെ, ഇനി